നമസ്കാരം. ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ പല കാര്യങ്ങളും അകന്നു പോകുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും ലഭിക്കും എന്ന പ്രതീതി ഉണ്ടാവുകയും പിന്നീട് ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഭാഗ്യം നിങ്ങൾക്ക് അരികിലേക്ക് ഭാഗ്യം എത്തി എന്ന് പോലും തോന്നാം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നീട് നഷ്ടപ്പെടുക എന്നത് പലർക്കും, അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അദൃശ്യമായ ഒരു ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുമായ ചില സത്യങ്ങളുണ്ട്. അതേക്കുറിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നതായ ചില കാര്യങ്ങളെ കുറിച്ചാണ്, സൂചനകളെ കുറിച്ചാണ് ഈ തൊടുകുറി ഗണിതപ്രകാരം നിങ്ങളോട് പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നതായ ചിത്രങ്ങൾ വളരെ വിശേഷപ്പെട്ട ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം ശംഖാണ് എങ്കിൽ രണ്ടാമത്തേതായ ചിത്രം താമരയാണ്. ഈ രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ഒരു സൂചന കൂടിയായി ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതായ ഈ രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഏത് ചിത്രത്തിലേക്കാണോ നിങ്ങൾക്ക് കൂടുതലായി ഒരു ആകർഷണം തോന്നുന്നത്, ആ കാര്യം തന്നെ നിങ്ങൾക്ക് ആ ചിത്രം തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന എല്ലാ ദുരിതപൂർണമായ അവസ്ഥകൾക്കും ഒരു മാറ്റം സംഭവിക്കണമേ എന്ന പ്രാർത്ഥനയോടെ തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാൻ ഏവരും ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നതായ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കൂടെ ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടെ തന്നെ കമന്റായി രേഖപ്പെടുത്തി വധിക്കൂ. അപ്പോൾ ആദ്യത്തെ ചിത്രമായ ശംഖാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. ജീവിതത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ പല അനുഭവങ്ങളും അത്തരത്തിൽ നിങ്ങളെ ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അത്തരം ചില തിരിച്ചറിവുകൾ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഒരു വ്യക്തികൾ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അവർ പറയുന്നതായ കാര്യങ്ങളിൽ അബദ്ധമുണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്നും ലഭിക്കുക, ഇതേക്കുറിച്ച് ചിന്തിച്ചാണ് പലപ്പോഴും തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പല വിഷമകരമായ സാഹചര്യങ്ങളും അനുഭവിച്ച് പോരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത്തരം പ്രശ്നങ്ങളെ ധൈര്യസമേതം നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ട് എങ്കിലും ഇപ്പോൾ പലപ്പോഴും പല വിധത്തിലും നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വിഷമങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പലപ്പോഴും കടന്നു വരുമ്പോൾ നിങ്ങൾ പതറാറുണ്ട് എങ്കിൽ പോലും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിൽ നിലകൊള്ളുന്നതിനാൽ പലപ്പോഴും ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
പലപ്പോഴും നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ബോധ്യപ്പെടാവുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് മുന്നോട്ട് പോയിരിക്കുന്ന വ്യക്തികൾ കൂടിയായി നിങ്ങളെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു ദൗർബല്യം ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല സമയങ്ങളിലും കൃത്യമായി കാര്യങ്ങൾ പറയേണ്ടതായ സമയത്തോ അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾ വൈകുന്നത് മൂലമോ ചില വ്യക്തികളുടെ ഇടപെടൽ മൂലമോ നിങ്ങളുടെ ജീവിതത്തിൽ അർഹതയ്ക്ക് അനുസരിച്ചുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരാത്ത ഒരു സാഹചര്യം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ പലപ്പോഴും ജീവിതത്തിൽ സംഭവിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ്. പലപ്പോഴും നിങ്ങൾ പലരും കൂടെയുണ്ട് എന്ന് വിചാരിച്ച് അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ഉൾക്കാഴ്ച വന്നു ചേരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളെ മറ്റുള്ളവർ അല്ലെങ്കിൽ ചില വ്യക്തികൾ എത്ര തന്നെ തളർത്തുവാൻ ശ്രമിച്ചാലും അവർക്കതിന് സാധിക്കണം എന്നില്ല. അവർ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾക്ക് വേണ്ടതായ കാര്യം അടിയുറച്ച വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോകണം. പലരും നിങ്ങളെ ജീവിതത്തിൽ തളർത്തുവാൻ ശ്രമിച്ചു എന്ന് വരാം. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം നിങ്ങളെ ഭഗവാൻ തന്നെ കൈപിടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി കൈപിടിച്ച് ഉയർത്തുന്നതായ സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തർക്കം പല കാര്യങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ന്യായത്തിന്റെ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുവാനാണ് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് പലപ്പോഴും പലരും നിങ്ങളെ ശത്രുപക്ഷത്തായിട്ടുണ്ട്. അല്ലെങ്കിൽ ശത്രുതയോ എതിർപ്പോ അവർക്ക് തോന്നാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും പലരും നിങ്ങളുടെ വാക്കിന് വില നൽകാത്തതായ അവസ്ഥയോ പലരും പുച്ഛിക്കുന്നതായ സാഹചര്യമോ ഉണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്നുവോ അല്ലെങ്കിൽ നേട്ടങ്ങൾ എപ്രകാരം കടന്നു വരുമോ ആ സ്ഥലങ്ങളിലായിരിക്കും നിങ്ങളുടെ സാന്നിധ്യം കൂടുതലായും ഉണ്ടാവുക എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുവാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ബുദ്ധിപൂർവം തന്നെ ചിന്തിക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ കൂടിയായി നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ലാഭനഷ്ടങ്ങളെ കുറിച്ച് പലപ്പോഴും ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവർ കൂടിയാണ് എന്ന് തന്നെ നിങ്ങളെ കുറിച്ച് പരാമർശിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല ചിന്തകളും കൃത്യമായി വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ഉണ്ടായിരിക്കാവുന്ന ഊഹങ്ങൾ അത് കൃത്യമായിരിക്കുവാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ കൃത്യതയോടെ തീരുമാനങ്ങൾ എടുക്കാം. എങ്കിലും വൈകാരികമായ തീരുമാനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം ചില കാര്യങ്ങൾ, ചില വിഷമകരമായ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ്. ഈ സമയം സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്,
നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കൃത്യമായ പ്ലാൻ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണം എന്നുള്ളതാണ്. പടിപടിയായുള്ള ഒരു ഉയർച്ച തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും ഈ സമയം ക്ഷമ അനിവാര്യമാണ്. ക്ഷമയോടെ തന്നെയായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഏതൊരു കാര്യം ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഭാവി കൂടി മുന്നിൽ കണ്ട് അത് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഭാഗ്യം നിങ്ങളെ തേടി വരാം എന്നുള്ളത് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. സാഹചര്യങ്ങളാണ് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക. അത് കൃത്യതയോടെ വിനിയോഗിക്കണം. രണ്ടാമത്തെ ചിത്രമായ അഥവാ പുഷ്പമായ താമരയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ അല്പം അസ്വസ്ഥതകളുള്ള ഒരു സമയമായി തന്നെ പരാമർശിക്കാം. ഇപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. പല സമയങ്ങളിലും അസ്വസ്ഥമായ സാഹചര്യം പലവിധ കാരണങ്ങൾ കൊണ്ടും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സിന്റെ അസ്വസ്ഥതയ്ക്ക് കൃത്യമായ ഒരു കാരണം ഉണ്ടാകണം എന്നില്ല. കാരണം പലവിധ ചിന്തകളാണ് മനസ്സിൽ കടന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളിലും ഒരു ഉത്സാഹം നഷ്ടപ്പെട്ടതായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. പല വിധത്തിലും ഉത്സാഹം പോലും അല്ലെങ്കിൽ ഊർജസ്വലത പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉടലെടുത്തിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പല കാര്യങ്ങളിലും ഒരു ആശയക്കുഴപ്പം നിങ്ങൾക്ക് ഉടലെടുത്തിരിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി പറയുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായ ചിന്തകൾ വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. നെഗറ്റീവായ ചിന്തകൾ നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഈ സമയം പല കാര്യങ്ങൾ കൊണ്ടും കൃത്യമായ ഒരു തീരുമാനം പോലും എടുക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും വാശി നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ദുർബുദ്ധി നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ശരിയായ തീരുമാനം എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പണം ആവശ്യമായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ആശങ്ക നിങ്ങൾക്ക് ഉണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുമോ എന്ന ഭയം നിങ്ങളിലുണ്ട് എന്നത് വാസ്തവമാണ്. ധനനഷ്ടം പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. പല കാര്യങ്ങളിലും അസ്വാഭാവികമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളും പാതി വഴിയിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ലാതെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പല കാര്യങ്ങളിലും സന്തോഷത്തിലല്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പോലും ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പോലും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിഷമകരമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഭാവിയിൽ ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളും
ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും കഷ്ടകാലം ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. കഷ്ടകാലത്തിന്റെ സൂചനകളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടുവാനുള്ള ചില സാഹചര്യങ്ങളും ഒരുങ്ങാം എന്നുള്ളത് വാസ്തവമാണ്. ഈ സമയം ഈശ്വര ചിന്തകൾ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് ആത്മാർത്ഥമായി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ചിലർ നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു എന്ന് വരാം. പോസിറ്റീവായ എനർജിയെ പോലും തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ ഗുണകരമാകാവുന്നതും എന്നാൽ ജീവിതത്തിൽ അല്പം പ്രയാസമായി തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമായ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്കെതിരായി നിൽക്കുവാൻ ചില വ്യക്തികൾ ഉള്ളതിനാൽ തന്നെ അത് ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഈ സമയം ദുർബുദ്ധി, പിടിവാശി, ചില കാര്യങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്നതായ ക്ഷോഭം പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളിൽ കടന്നു വന്നിരിക്കുന്നതായ കഷ്ടകാലം അത് തീർച്ചയായും എപ്പോഴും നിലനിൽക്കും എന്നല്ല അർത്ഥമാക്കേണ്ടത്. അതിനെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതിന്റെ സൂചനകൾ പല കാര്യങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം എന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമാകാം എന്ന ചിന്ത നിങ്ങളിലേക്ക് വന്നു ചേരുകയും പല കാര്യങ്ങളിലും ഒരു കൃത്യമായ മാറ്റം നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യാം. ഈ സമയം വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ പലരും പരിശ്രമിച്ചു എന്ന് വരാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ അത് തടസ്സപ്പെടുത്തുവാനുള്ള ചിലരുടെ ശ്രമങ്ങൾ അത് പൂർണ്ണമായും തരണം ചെയ്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ പ്രതികൂലമായി ഭവിച്ചിട്ടുള്ളത് അതിൽ നിന്നും ഒരു മോചനത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായും ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. കൃത്യമായി തന്നെ അവസരങ്ങൾ അത് വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം പ്രധാനമായും ചില തെറ്റിദ്ധാരണകൾ മനസ്സിലുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുവാനും തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും ശ്രമിക്കണം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങൂ.